നിങ്ങൾക്കിത് എന്ത് പറ്റി? ഞാൻ നിങ്ങൾക്ക് എസ് ഫോം ഓഫ് ദ വേർബ് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ ഇട്ട ക്ലാസ്, അതായത് നമ്മുടെ ക്ലാസ് 5 നിങ്ങൾ കമൻറ്റ് ചെയ്ത എല്ലാവരും തന്നെ തെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷോർട്സ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നത്. എസ് ഫോം ചേർക്കേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വേർബിൻ്റെ കൂടെയാണ് ചേർക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിലാണ് നമ്മൾ ചേർക്കേണ്ടത്. അതായത് നമ്മുടെ സബ്ജക്റ്റ് ഒരാൾ മാത്രമാണ് എങ്കിൽ ആ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. അതല്ലെങ്കിൽ വേർബിൻ്റെ സ്പെല്ലിംഗ് അനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ ഈ എസ് ഒക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഐ ഞാൻ എപ്പോഴും പറയും, ഈ ഒരു കാര്യത്തിൽ ഐനെ നമുക്ക് ഒഴിവാക്കാം. ഐയുടെ കൂടെ നമുക്ക് എസ് വേണ്ട. ഗീതയാണ് എങ്കിൽ ടേക്സ് എന്ന് വേണം. ഗീതയും രാജുവുമാണ് എങ്കിൽ ടേക്ക് മാത്രം മതി. ഹീ ആണ് എങ്കിൽ റീഡ്സ് എന്ന് വേണം. അപ്പം മൈ ഫ്രണ്ട് ആണെങ്കിലോ? പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ക്ലാസ്സിലോട്ട് തിരിച്ചു പോയിട്ട് നിങ്ങൾ ചെയ്ത കമൻറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ അതൊന്ന് എഡിറ്റ് ചെയ്ത് വിടാൻ നോക്കൂ കേട്ടോ. നിങ്ങൾ തെറ്റിക്കരുത്. അപ്പോൾ എസ് ഫോം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ലിങ്കും ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങളതൊന്ന് കേൾക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യുക. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലുണ്ട് എങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എസ് വേണ്ട, ഐക്കും എസ് വേണ്ട. ക്ലിയർ? ഇനി തെറ്റിക്കല്ലേ. പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവുക. നിങ്ങൾ ചെയ്ത കമൻറ്റ് ശരിയാണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.